യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തു സ്വർഗരാജ്യം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ദൈവരാജ്യം സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഉപമകൾ സംസാരിക്കുന്നുണ്ട്. അതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് നമ്മൾ ഈ 25-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും എന്നുള്ളത്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും വചനഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് നിങ്ങൾ കൂടുതൽ വചനഭാഗങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ചേർത്തുകൊണ്ട് 10-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്ന് വാതിൽ അടയ്ക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ വായിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. എണ്ണ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഒരുക്കമില്ലാതെ ജീവിക്കുന്നവരെ ആളുകൾ മണവാളൻ വരുന്നു എന്നുള്ളതായ ആ ആർപ്പുവിളി കേൾക്കുമ്പോൾ, തങ്ങൾ ഒരുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായ ആ ഒരു ബോധം വന്നു കഴിയുമ്പോൾ അവർക്ക് എണ്ണ വാങ്ങുവാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനോ പരിശുദ്ധാത്മാവിനായുള്ള ഒരുക്കപ്പെടൽ അനുഭവിക്കാനോ സമയമില്ല എന്നുള്ളത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ പരിശുദ്ധാത്മാവിനെ വാങ്ങേണ്ടത് ഈ ഭൂമിയിലെ ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്നല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് സ്വർഗീയ പിതാവാണെന്നുള്ള സത്യം നമുക്ക് ഗ്രഹിച്ചറിയുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അങ്ങനെ അവർ ഈ വിൽക്കുന്നവരുടെ അടുക്കൽ എണ്ണ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ മണവാളൻ വന്നു. ഈ ഒരു ഉപമയിൽ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു ഈ ഉപമ ഓരോന്നും പറയുന്നത്, അതിൻ്റെ ഓരോ വാക്കുകളും, ആ വാക്കുകളുടെ പ്ലേസിങ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് മണവാളൻ വരുന്നത്? കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ, അർദ്ധരാത്രിയുടെ വേളകളിൽ നമ്മൾ ഉത്കണ്ഠയുള്ളവരും വളരെയധികം ടെൻഷനോടുകൂടെ ആയിരിക്കുന്നവരും ആകുന്നതായ സന്ദർഭത്തിൽ ലോകം മുഴുവൻ അന്ധകാരങ്ങളോട് മൂടുകയും നമ്മളെല്ലാവരും ഉത്കണ്ഠയുടെയും അതേപോലെ തന്നെ സഭ വളരെ പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ലോകമെമ്പാടും അരാജകത്വം അനുഭവിക്കുമ്പോൾ, ആ അർദ്ധരാത്രിയുടെ സമയത്ത് യേശുവിന്റെ വരവ് സംഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ലോകമെമ്പാടും നോക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് എങ്കിൽ ഇത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഒരു ആർപ്പുവിളി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നതായ വാക്യം, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അതോടൊപ്പം തന്നെ ഈ ആർപ്പുനാദം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ വ്യാഖ്യാനിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ വാസ്തവത്തിൽ ഒരു ആർപ്പുനാദം തന്നെയാണ്. നമ്മൾ ആ ആർപ്പുനാദം കേൾക്കുമ്പോൾ സുബോധമുള്ളവരായിരിക്കണം, ഉറങ്ങിയിരിക്കുന്നവരാകരുത്. നമ്മൾ നമ്മളുടെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ദീപം കത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ വേണ്ടവണ്ണമുള്ള ആ ഒരു ആത്മീകമായ പ്രചോദനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ വിളക്കിലെ എണ്ണ തീർന്നു പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ എണ്ണ വാങ്ങണം. പക്ഷേ പലരും എണ്ണ വാങ്ങുവാൻ കഴിവില്ലാതെ തങ്ങൾ അനുഭവിക്കുന്നതായ ആ ആത്മീക മയക്കത്തിൽ കിടക്കുമ്പോൾ അവർ ഒരിക്കലും ഇതിനെക്കുറിച്ച് ബോധമുള്ളവരല്ല. പക്ഷേ ഈ 10 കന്യകമാരിൽ 5 പേർ അതിനെക്കുറിച്ച് ബോധമുള്ളവരും അവർ വിളക്കോടുകൂടെ എണ്ണ എടുത്തവരും ആയിരുന്നു. ഇന്ന് ഈ 10 കന്യകമാർ ആയിരിക്കുന്നത് ദൈവസഭയിൽ തന്നെയാണെന്നുള്ള വസ്തുതയും നമ്മൾ വിസ്മരിച്ചുകൂടാ. ദൈവത്തിന്റെ സഭയിൽ ഇന്ന്, ഈ ലോകത്തുള്ള സഭയിൽ ഈ 2 കൂട്ടം ആളുകളുമുണ്ട്. ബുദ്ധിയുള്ളവരുമുണ്ട്, ബുദ്ധിയില്ലാത്തവരുമുണ്ട്. ബുദ്ധിയുള്ളവർ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും, ബുദ്ധിയില്ലാത്തവർ അവർ ആത്മീയ മയക്കത്തിൽ ആയിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ഉപമയിൽ ഈ 10 കന്യകമാർ ഉറങ്ങി എന്നുള്ളതാണ്.
ഇന്ന് ലോകമെമ്പാടുമുള്ള സഭയെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഉറക്കത്തിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവർ പ്രസംഗിക്കുന്നില്ലെന്നും കൺവെൻഷൻ നടത്തുന്നില്ലെന്നും സുവിശേഷം പറയുന്നില്ല എന്നും നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് ഈ ഉറക്കം പലപ്പോഴും ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ലോകകാര്യങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ സംസാരിക്കുന്നതായ അനുഭവങ്ങളാണ്. ദൈവവചനത്തെ ശുശ്രൂഷിക്കുന്നതിന് പകരം, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് പകരം ഈ ലോകരാജ്യത്തിൽ എങ്ങനെയാണ് നമുക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നതെന്നുള്ള സന്ദേശമാണ് പ്രസംഗകർ ആളുകളോട് ഉപദേശിക്കുന്നത്. അതും കാണിക്കുന്നത് ഒരു ആത്മീയ മൈക്കത്തെയാണ്. അതൊരു ആത്മീയ ഉണർവിനല്ല കാണിക്കുന്നത്, ആത്മീയ മൈക്കത്തെയാണ്. നമ്മൾ ദൈവവചനം പ്രസംഗിച്ച് ഭൗതികമായ തലങ്ങളിലേക്ക് ആളുകളെ നയിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിന്റെ ഗവൺമെന്റുകളിലേക്കും ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളിലേക്കും ആളുകളെ നയിക്കുമ്പോൾ, നമ്മൾ ആത്മീയമായ മയക്കത്തിലാണ് എന്നുള്ള ഒരു ലക്ഷണമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അനേക കൺവെൻഷനുകളും സുവിശേഷ യോഗങ്ങളും തെളിയിക്കുന്നത് സഭ ഇന്ന് ആത്മീയമായി ഉറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഉണരേണ്ടതായ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായ സന്ദർഭമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നുവോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുവോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായ ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നോക്കുക, ഈ കന്യകമാർ അവർ എണ്ണ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. യേശുക്രിസ്തുവിന്റെ വരവ് ഏത് സമയവും സംഭവിക്കാം. അതാണ് കാലത്തിന്റെ ഘടികാരം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവവചനത്തിൽ കർത്താവ് യേശുക്രിസ്തു തുടങ്ങി അപ്പോസ്തലന്മാരൊക്കെ പ്രസംഗിച്ചതായ അന്ത്യകാലത്തിലെ ലക്ഷണങ്ങൾ, യേശുക്രിസ്തുവിന് വരവിനോടനുബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ എല്ലാം തന്നെ ലോകത്ത് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് അവർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ആർക്കുവിളി ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് വളരെ താമസിച്ചായിരിക്കാം. ആ സമയത്ത് ഒരുക്കപ്പെടാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോഴേക്കും മണവാളൻ വന്നു കഴിഞ്ഞാൽ അതിൽ പരം സങ്കടം വേറെയുണ്ടോ? നോക്കുക, പിന്നീടുള്ള ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ മണവാളൻ വന്ന് ഈ ഒരുങ്ങിയിരിക്കുന്നവരായ ഈ കന്യകമാരെ ചേർത്തിട്ട് അവൻ ആ മണിയറയുടെ വാതിൽ അടച്ച ശേഷം 11-ാം വാക്യത്തിൽ മറ്റേ കന്യകമാരും വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത് ഈ ബുദ്ധിയില്ലാത്ത 5 കന്യകമാരെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനേക വാക്യങ്ങളുണ്ട്. അതിൽ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളിന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്തതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ 5 കന്യകമാർ, അതായത് ബുദ്ധിയുള്ളതായ കന്യകമാർ, അവർ മണവാളനെ അറിയുകയും മണവാളൻ അവളെ അറിയുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ് ദൈവം നമ്മെ അറിയുന്നത്. മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ആരാണ്? അവർ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണ്. ഈ ബുദ്ധിയുള്ള കന്യകമാർ അവർ മണവാളന്റെ വചനത്തെ പ്രമാണിക്കുന്നവരായതുകൊണ്ട് അവർ വിളക്കോടുകൂടെ എണ്ണയെടുത്തു. അതുകൊണ്ട് തന്നെ മണവാളൻ അവരെ അറിയുന്നു. ഇവിടുത്തെ ലോജിക്ക് വളരെയധികം ക്ലിയർ ആണ്. 2-ാമത്തെ കൂട്ടം കന്യകമാർ അവർ ബുദ്ധിയില്ലാത്തവരാണ്. എന്തുകൊണ്ടെന്നാൽ അവർ മണവാളന്റെ വചനത്തെ അനുസരിക്കുന്നില്ല. മണവാളൻ വരുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അറിവുകൾ അവർ അവഗണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മണവാളൻ അവരെ അറിയുന്നില്ല. ഈ ഒരു കാര്യം കർത്താവ് യേശുക്രിസ്തു പലതവണ സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു വാക്യത്തിൽ പറയുന്നുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ മണവാളൻ പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാസ്തവത്തിൽ യേശുവിനെ നിങ്ങളെ അറിയാമോ? നിങ്ങളെ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം, അവൻ്റെ വചനത്തെ പ്രമാണിക്കണം. അവൻ്റെ വചനത്തെ പ്രമാണിച്ച് മുന്നോട്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഒരുക്കപ്പെട്ട കന്യകമാർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അപ്രകാരമുള്ള ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ വചനത്തിനു മുമ്പാകെ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കണം. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുവാൻ,
അങ്ങയുടെ വചനത്തെ പ്രമാണിക്കുവാൻ, എല്ലാറ്റിനുപരി അതിലൂടെ തന്നെ അങ്ങനെ അറിയുന്നതായ ഒരു ജീവിത അനുഭവം എൻ്റെ ജീവിതത്തിൽ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. വാസ്തവത്തിൽ ഈ ഒരു സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അതുതന്നെയാണ്. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയണം. ഒരു മെഴുകുതിരി യേശുക്രിസ്തുവിൻ്റെ എന്ന് ആരോപിക്കുന്നതായ ഒരു ഫോട്ടോയുടെ മുമ്പിൽ കത്തിച്ചു വെച്ചു എന്നുള്ളതല്ല അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത്. ദൈവവേലയ്ക്ക് വേണ്ടി ദശാംശമോ അല്ലെങ്കിൽ ഓഹരിയോ കൊടുക്കുന്നു എന്നുള്ളതല്ല നാം അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്ന് പറയുന്നത്. മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നതായ കാര്യം, നാം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ മാത്രമേ നാം അവനെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ വീട്ടിലെ പിതാവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ മാതാവിൻ്റെ അടുക്കൽ, മാതാപിതാക്കളുടെ അടുക്കൽ മക്കൾ വന്ന് പറയുന്നു, പപ്പ, മമ്മി, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവർ അനുസരണക്കേട് കാണിച്ചിട്ടാണ് വന്നതെങ്കിൽ നമ്മൾ അതിനെ നിരസിച്ചു കളയും. എന്ന് പറയുന്ന പോലെ ദൈവത്തെ നമുക്ക് അനുസരിപ്പാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അവനെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നുള്ളൂ. എന്ന് മാത്രമല്ല, സ്നേഹിക്കുന്നവരെയാണ് അവൻ അറിയുന്നത്. അവൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നവരെ അവൻ അറിയുന്നു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാം. അതെ, അവൻ കടന്നു വരുമ്പോൾ അവൻ നമ്മളെ അറിയട്ടെ, അവൻ നമ്മളെ ചേർക്കട്ടെ, അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിച്ച് അങ്ങയെ സ്നേഹിപ്പാനും ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഞങ്ങൾ ഒരുക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് പറയുന്ന പോലെ ഞങ്ങൾക്ക് ജീവിപ്പാനും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബുദ്ധിയില്ലാത്തവരെ പോലെ ഞങ്ങൾ ആർപ്പുവിളി കേൾക്കുന്നുണ്ടെങ്കിലും അതിനെ ഗൗനിക്കാത്തവരും, അതേ ഉറങ്ങുന്നവരും, അതേപോലെ തന്നെ കരുതലുകൾ ഇല്ലാത്തവരുമായി ജീവിക്കുന്ന അനുഭവം ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളിൽ നിന്ന് മാറി ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിനെ അനുസരിപ്പാനും കർത്താവിനെ സ്നേഹിപ്പാനും ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കേട്ട വചനം പോലെ തന്നെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലസ് യു ആൾ.